ശബരിമലയിലെ ശ്രീകോവിലിന്റെ വാതിലിന് സാമ്യമുള്ള മറ്റൊരു സ്വർണ്ണവാതിൽ പോറ്റി നിർമ്മിച്ചതിന് തെളിവുകൾ. നിർമ്മാണത്തിന് ശേഷം ചെന്നൈയിൽ വെച്ച് പൂജ നടന്നുവെന്നും പൂജാ ചടങ്ങുകളുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. ചടങ്ങുകളിൽ ഒരു പ്രമുഖനും പങ്കെടുത്തു. നടൻ ജയറാമും ചടങ്ങിന്റെ ഭാഗമായി എന്നതാണ് ദൃശ്യങ്ങളിലും ഒപ്പം കമ്പനിയുടെ തന്നെ വിശദീകരണത്തിലുമുള്ളത്. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഭക്തന്റെ പണം ഉപയോഗിച്ചായിരുന്നു 2019 വാതിൽ നിർമ്മിച്ചത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചുരുക്കത്തിൽ നടൻ ജയറാമിനെയും പറ്റിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റി. ശബരിമലയിലെ ശ്രീകോവിലിന്റെ വാതിലിന് സാമ്യമുള്ള മറ്റൊരു സ്വർണ്ണവാതിൽ ബാംഗ്ലൂരുവിലെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി വാതിൽ പൂജ നടത്തിയെന്ന് ഇന്നലെ ശ്രീരാംപുരത്തുള്ള ക്ഷേത്രത്തിലെ ട്രസ്റ്റിയായ വിശ്വംഭരൻ നമ്മളോട് പറഞ്ഞിരുന്നു. അതിനുശേഷം റിപ്പോർട്ടർ വാർത്താ സംഘം നടത്തിയ അന്വേഷണത്തിലാണ് ആ വാതിൽ ഏതാണ്, അങ്ങനെയൊരു വാതിൽ ശബരിമലയിൽ നിന്ന് ഇളക്കിയിട്ടില്ലെങ്കിൽ അതൊരു വ്യാജ വാതിലാകും എന്നുള്ളത് ഉറപ്പിച്ചത്. അതിനുശേഷം നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ, ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്ന നടൻ ജയറാമിൻ്റെ വീട്ടിൽ വെച്ച് പൂജിച്ചുവെന്ന് നമ്മൾ കരുതുന്ന ഈ വാതിലാണ് വ്യാജ വാതിൽ. ആ വാതിൽ പൂജ നടത്താൻ വേണ്ടി ഉപയോഗിച്ചത്. ശബരിമലയിലെ ശ്രീകോവിലിൻ്റെ വാതിലിന് സാമ്യമുള്ള മറ്റൊരു സ്വർണ്ണവാതിൽ പോറ്റി നിർമ്മിച്ചാണ് നിർമ്മാണത്തിന് ശേഷം ചെന്നൈയിലെത്തിച്ച് അവിടെ പൂജ നടക്കുകയും ആ പൂജാ ചടങ്ങുകളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ TV പ്രേക്ഷകർ കാണുന്നത്. ആ ചടങ്ങിൽ ഒരു പ്രമുഖരും പങ്കെടുത്തിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് ഈ തട്ടിപ്പുകൾ നടത്തുന്നത് എന്നതിൻ്റെ മറ്റൊരു നേർചിത്രമാണ് നമ്മൾ പുറത്തുവിടുന്നത്. പ്രേക്ഷകർ ഓർമ്മിക്കുക, ഇത് ശബരിമലയിലെ യഥാർത്ഥത്തിലുള്ള വാതിലല്ല. ഇത് ശബരിമലയിലെ ശ്രീകോവിലിലെ വാതിൽ ആണ് എന്ന മട്ടിൽ, ആ വാതിൽ സ്വർണം പൂശാനായി തന്നു എന്ന മട്ടിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയറാമിനെ അടക്കം പറ്റിച്ചതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. റഹീസ് റഷീദുണ്ട്. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഭക്തന്റെ പണം ഉപയോഗിച്ചാണ് 2019 ഈ വാതിൽ നിർമ്മിച്ചതെന്നാണ് അറിയുന്നത്. ഇതോടൊപ്പമാണ് ഈ സ്വർണ്ണപ്പാളി പൂശാൻ വേണ്ടിയിട്ട് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന ചെന്നൈയിലെ കമ്പനിയിലേക്ക് കൊണ്ടുപോകുന്നത്. റഹീസ് റഷീദ് നമുക്കൊപ്പം ചേരുന്നു. റഹീസ്, വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് നമ്മൾ പ്രേക്ഷകരുമായിട്ട് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിപ്പ് നടത്തിയത് എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ചിത്രമാണ് നമ്മളിപ്പോൾ പങ്കുവയ്ക്കുന്നത്. പല പ്രമുഖരെയും ഉണ്ണികൃഷ്ണൻ പോറ്റി പറ്റിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ഈ ദൃശ്യങ്ങളിൽ നടൻ ജയറാമിനെ അടക്കം കാണാം. മറ്റു ചില പ്രമുഖരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? റഹീസ് റഷീദ്, ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും സംശയനിഴലാവുകയല്ലേ? ഈ ദൃശ്യങ്ങൾ തന്നെ നമ്മളോട് പറയുന്നത് എന്താണ്? റഹീസ് റഷീദ്. ഗുഡ് മോർണിംഗ് അരുൺ. 2019 ഏപ്രിലിനും ആറാം മാസത്തിനും ഇടയിലാണ് ശബരിമലയിലെ ശ്രീകോവിലിൻ്റെ വാതിൽ എന്ന് പറഞ്ഞ് അവിടെ ശബരിമലയിൽ സമർപ്പിക്കാനെന്ന് പറഞ്ഞ് ഒരു വാതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നിർമ്മിക്കുന്നത്. അത് ആന്ധ്രാപ്രദേശിലുള്ള ഒരു ധനികനായ വ്യവസായിയുടെ സ്പോൺസർഷിപ്പിൽ അദ്ദേഹത്തിൻ്റെ പണം ഉപയോഗിച്ച് അദ്ദേഹവും ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടി സന്നിധാനത്തേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് ഈ വാതിൽ ആന്ധ്രയിൽ നിർമ്മിച്ചത്. ഈ ശ്രീകോവിലിൻ്റെ നടവാതിൽ എന്നാണ് പറഞ്ഞത്. ഇത് ആന്ധ്രയിൽ നിർമ്മിച്ചതിന് ശേഷം ഇത് ചെന്നൈയിലേക്ക് കൊണ്ടുവരികയാണ്. ചെന്നൈയിൽ കൊണ്ടുവന്ന് സ്വർണം പൂശിയതിനു ശേഷം വലിയ ചടങ്ങുകൾ നടത്തി, പൂജാ ചടങ്ങുകൾ നടത്തി ഇത് സന്നിധാനത്തേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞ് വലിയ ചടങ്ങുകൾ ചെന്നൈയിൽ വെച്ച് നടന്നു. ആ ചടങ്ങിൻ്റെ ഭാഗമായിട്ടാണ് പത്മശ്രീ നടൻ ജയറാം നമുക്കറിയാം, വർഷങ്ങളായി അയ്യപ്പ ഭക്തനാണ്. ആ ജയറാമിനെ കൂടി ഈ ചടങ്ങിൻ്റെ ഭാഗമാക്കുകയാണ് ചെയ്തത്. ഈ വാതിൽ, ഈ നടവാതിൽ ശബരിമല സന്നിധാനത്തിൻ്റെ നടവാതിലാണ്, ശ്രീകോവിലിൻ്റെ നടവാതിൽ എന്ന് പറഞ്ഞാണ് ഇത് നിർമ്മിച്ചതും ഇത് പൂജകൾ നടത്തിയതും. പക്ഷേ അതിൽ നമുക്കൊരു സ്ഥിരീകരണം വരാനിരിക്കുന്നു. ഇങ്ങനെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നിർമ്മിച്ച, ജയറാമിനെ കൂടി ഇരുത്തി പൂജ നടത്തിയ ഈ നടവാതിൽ സന്നിധാനത്ത് എത്തിയിട്ടുണ്ടോ എന്നത് നമുക്ക് അടുത്ത മണിക്കൂറുകളിൽ അല്ലെങ്കിൽ അടുത്ത മിനിറ്റുകളിൽ അത് സംബന്ധിച്ച ഒരു വിവരം കൂടി നൽകാൻ സാധിക്കും. ഇതിനകത്ത് എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിപ്പ് നടത്തിയത് എന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന ദൃശ്യങ്ങൾ സഹിതം, നമുക്ക് തെളിവുകൾ സഹിതം നൽകാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നത്. അതായത് ഒരാളെ സമീപിച്ച് അയാളോട് പറയുകയാണ്, ശബരിമലയിലെ ശ്രീകോവിലിൻ്റെ നടവാതിൽ നിങ്ങൾക്ക് സമർപ്പിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരാളിൽ നിന്ന് പണം വാങ്ങി അല്ലെങ്കിൽ അയാളെ കൊണ്ട് നടവാതിൽ നിർമ്മിപ്പിച്ച് അതിൽ സ്വർണം പൂശി അത് കൈക്കലിലേക്ക് കൊണ്ടുവരികയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രീതി.
ആ വാതിൽ സന്നിധാനത്തെത്തിയോ, ആ വാതിലാണോ സന്നിധാനത്തിൻ്റെ ശ്രീകോവിലിൽ ഇപ്പോഴുള്ളത് എന്നതിൽ ഒരു സ്ഥിരീകരണം വരാനിരിക്കുന്നു. 2019 ഇതുമായി ബന്ധപ്പെട്ട് നിന്ന ആളുകളോട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രാഥമിക വിവരമനുസരിച്ച് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ജയറാംകൂടി പൂജയുടെ ഭാഗമായ ഈ നടവാതിൽ ശബരിമലയുടെ സന്നിധാനത്ത് എത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഈ രീതിയിൽ ഈ കാണുന്ന രീതിയിൽ പ്രമുഖരായ ആളുകളെ, വീരമണിയെ പോലുള്ള അയ്യപ്പ ഭക്തി ഗാനങ്ങൾ നിരവധി പാടിയിട്ടുള്ള ആളെയാണ് അതിൽ അയ്യപ്പ ശ്ലോകങ്ങൾ പറയാൻ വേണ്ടി ജയറാമിനും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും തൊട്ടപ്പുറത്തിരുത്തിയിരിക്കുന്നത്. ജയറാമിനെ പോലുള്ള പ്രമുഖരായ ആളുകളെ നിരന്തരം ഈ അയ്യപ്പ ഭക്തിയുടെ കാര്യം പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അതിനുശേഷം ജയറാം സംസാരിക്കുമ്പോൾ ഉണ്ണികൃഷ്ണനെ അഭിസംബോധന ചെയ്യുന്നത് പോലും ഉണ്ണി എന്ന് വിളിച്ചിട്ടാണ്. സ്വാഭാവികമായും വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധം ഉണ്ണികൃഷ്ണൻ ആ മേഖലയിലുള്ള, ഇതിൽ നമ്മൾ ജയറാം ഏതെങ്കിലും തരത്തിൽ കുറ്റക്കാരനാണെന്നോ പ്രതിസ്ഥാനത്തുണ്ടെന്നോ ഒന്നുമല്ല പറയുന്നത്. ജയറാമിനെ പോലുള്ള ആളുകളെ പോലും ഞാൻ ശബരിമലയിലെ സന്നിധാനത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രധാനപ്പെട്ട ആളാണ്, അവിടെ വലിയ വലിയ സമർപ്പണങ്ങൾ നൽകുന്നത് ഞാൻ വഴിയാണ്. അതിൻ്റെ ഭാഗമായി ഇങ്ങനെ ശബരിമല സന്നിധാനത്തേക്ക് നൽകാനുള്ള, സമർപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീകോവിലിൻ്റെ നടവാതിൽ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ആ നടവാതിൽ സന്നിധാനത്തേക്ക് പോകുന്നതിന് മുമ്പ് പൂജിക്കുന്ന ചടങ്ങിൽ ഭാഗമാകാൻ താങ്കൾക്കും അവസരമുണ്ട് എന്ന് കടുത്ത അയ്യപ്പ ഭക്തനായ ജയറാമിനോട് പറഞ്ഞ് ജയറാമിനെ ഈ ചടങ്ങിന്, ജയറാമിൻ്റെ വീട്ടിൽ വെച്ചല്ല ഈ ചടങ്ങ് നടത്തിയിരിക്കുന്നത്, ചെന്നൈയിലെ മറ്റൊരു കേന്ദ്രത്തിൽ വെച്ചാണ്. ആ ചടങ്ങിലേക്ക് ജയറാമിനെയും ജയറാമിനെ പോലെ ഈ അയ്യപ്പ ഭക്തി ഗാനങ്ങൾ പാടിയിട്ടുള്ള വീരമണിയെ പോലുള്ള ആളുകളെയും എത്തിച്ച് പൂജ നടത്തി അതിൻ്റെ ദൃശ്യങ്ങളെടുത്ത് അത് പ്രചരിപ്പിച്ച് ഈ മേഖലയിലുള്ള ആളുകളുടെ വിശ്വാസം പ്രാപിച്ച് അത് മുതലെടുത്ത് തട്ടിപ്പ് നടത്തുന്നതായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു രീതി. അത് വിജിലൻസ് ഇതിനകം തന്നെ കണ്ടെത്തിയതാണ്. അതിൻ്റെ തെളിവുകളാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. ഒരു കാര്യം കൂടി അരുൺ, ഈ വാതിലായിരിക്കാം ഇന്നലെ നമ്മളോട് സംസാരിച്ചപ്പോൾ ബംഗളൂരു ശ്രീരാംപുരം അയ്യപ്പ ക്ഷേത്രത്തിലെ ഭാരവാഹി ഒരു വാതിൽ ഇവിടെ കൊണ്ടുവന്ന് പൂജ നടത്തിയിട്ടുണ്ട്, ശബരിമലയിലേതാണ് എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞതും ഈ വാതിൽ തന്നെയാകാനാണ് സാധ്യത. അരുൺ, ഓക്കെ, തുടരുക റഹീസ്. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പിൻ്റെ ഓരോ കഥകളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വാർത്ത തേടിപ്പോകാൻ നമ്മളെ പ്രേരിപ്പിച്ചത് ബാംഗ്ലൂരുവിലെ ശ്രീരാംപൂർ ക്ഷേത്രത്തിലെ ട്രസ്റ്റി വിശ്വംഭരൻ നടത്തിയ ഒരു വെളിപ്പെടുത്തലാണ്. ഒരു വാതിൽ പൂജ നടത്തി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ നിമിഷം മുതൽ എന്താണ് ഈ വാതിൽ പൂജ? ശബരിമലയിലെ മഹസറുകളിൽ ഒന്നും തന്നെ ഇത്തരത്തിലൊരു വാതിൽ ശബരിമലയിലെ ശ്രീകോവിലിൽ നിന്ന് പുറത്തു കൊണ്ടുപോയിട്ടില്ല. ആകെയുള്ളത് ദ്വാരപാലക ശില്പത്തിലുള്ള പാളി മാത്രമാണ്. ആ പാളിയാകട്ടെ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയി എന്നതാണ് ഇപ്പോൾ തെളിയുന്ന വിവരം. അതിനോടൊപ്പമാണ് ഇങ്ങനെയൊരു വാതിൽ കൂടി പൂജിച്ചു എന്ന് ബാംഗ്ലൂരുവിൽ നിന്ന് വിവരം ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ശബരിമലയിലെ ശ്രീകോവിലിന്റെ വാതിൽ എന്ന മട്ടിൽ പ്രമുഖരുടെ വീടുകളിലോ അവരുടെ ഇടങ്ങളിലോ ഒക്കെ എത്തിച്ച് പൂജ നടത്തി വലിയ തുക ഈടാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു സംശയമുണ്ടാവുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ദൃശ്യങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണാം, അവിടെ വീരമണിയെ കാണാം, ജയറാമിനെ കാണാം. പ്രമുഖരെ ഈ ശബരിമല അയ്യപ്പന്റെ പേരിൽ പറ്റിക്കുന്നയാളായിരുന്നു ഇയാൾ എന്ന ഒരു സംശയം ബലപ്പെടുകയാണ്.